ഈ പാർട്ടിയുടെ തുടക്കം എങ്ങനെയാന്ന് നിങ്ങൾക്കറിയണ്ടേ? 2005 ഇലക്ഷൻ വന്നപ്പോൾ കുർലാൻ രണ്ടാമത് മത്സരിച്ചു. ഇപ്പം എനിക്ക് കോട്ടപ്പടിയിൽ കടയായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കുർലാൻ ചേട്ടൻ നമ്മളെ അടുത്ത് വരികയും നമുക്ക് ക്ഷയിക്കാൻ വരികയും ചെയ്തു. ആ ചേട്ടൻ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ വാർദ്ധക്യത്തിൻ്റെ ഒരു കടന്നുകയറ്റം ഞാൻ അവിടെ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ തവണത്തെ ഇലക്ഷന് ആ ചേട്ടൻ തോക്കുകയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് നിനക്ക് എന്തുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കിക്കൂടാ എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയും ഞാൻ പറഞ്ഞു, ഞാൻ കട നടത്തുന്ന ആളല്ലേ, എങ്ങനെയാണ് പാർട്ടി ഉണ്ടാക്കണേ? പാർട്ടിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു എൻ്റെ മനസ്സ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ജനമുന്നേറ്റ പാർട്ടിന്ന്, JMP. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ചുമ്മാ പേരും പാർട്ടിയും കിട്ടിയിട്ടാണ്, ഇതിനൊരു അടിസ്ഥാന തത്വം വേണ്ട, ജനങ്ങൾ ഇത് ഉൾക്കൊള്ളണ്ടേ, ജനങ്ങൾക്ക് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ആശയങ്ങൾ ഓരോന്നായിട്ട് വന്നത്. ഒന്നാമത് നമ്മുടെ പാർട്ടി ലക്ഷ്യം വെച്ചത് ഇന്ത്യയിൽ നിന്ന് പട്ടിണി തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. രണ്ടാമത് വന്നത് വികസനം ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും എത്തിക്കുക എന്നാണ്. മൂന്നാമത് വന്ന ദീർഘവീക്ഷണത്തോടുള്ള ഒരു ലോങ്ങിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കുക, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തിയാക്കുക. ഇതെല്ലാം നടക്കണമെങ്കിൽ ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ആ അടിസ്ഥാന ഘടകങ്ങൾ അപ്പോൾ എന്നിലേക്ക് വന്നു. അങ്ങനെയാണ് ഇന്ത്യക്കൊരു മാറ്റം വന്നെങ്കിൽ, ഒന്ന്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എല്ലാ പിള്ളേർക്കും ഒരു 1000 രൂപ വെച്ച് കൊടുത്ത് വർഷം ഒരു 12,000 രൂപ കിട്ടണം. രണ്ടാമത് 18-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് എല്ലാ ആൾക്കാർക്കും തൊഴിൽ വേണം. അതിന് ഒരു വർഷം അവർക്കൊരു 2 ലക്ഷം രൂപ കിട്ടണം. മൂന്നാമത് ഈ ഓട്ടിസം പിടിച്ച് തളർന്നെടുക്കുന്നവർ, വികലാംഗർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ഈ വിധവകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊരു പ്രത്യേകം ഫണ്ട് കിട്ടണം. അവർക്കൊരു 2,500 വെച്ച് മാസം വർഷം ഒരു 30,000 കിട്ടണം. പിന്നെ ഇവിടെ അടുത്തത് കർഷകരാണ്. കർഷകർക്ക് കൃഷി ചെയ്യുന്ന ഈ കർഷകർക്കെല്ലാം മാസം ഒരു 5,000 രൂപ വെച്ച് വർഷം ഒരു 60,000 രൂപ കിട്ടണം. അതുപോലെ അടുത്തൊരു പ്രശ്നമാണ് 60 വയസ്സിന് മുകളിലേക്കുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മാസം ഒരു 5,000 രൂപ വെച്ച് വർഷം ഒരു 60,000 രൂപ. ഇങ്ങനെ എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും കിട്ടിയാലും ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താവുള്ളൂ. പിന്നെയും ഒത്തിരി ഉണ്ട്, അത് പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാവുന്നതാണ്.